മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം തുടരുകയാണ്. കോതമംഗലത്ത് മ്ലാവ് റോഡിന് കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പൂപ്പാറയ്ക്കടുത്ത് പന്നിയാറിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇടുക്കിയിൽ RRT സംഘത്തിന്റെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുമെന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് കോതമംഗലം തട്ടേക്കാട്ടിൽ മ്ലാവ് റോഡിന് കുറുകെ ചാടിയതോടെ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ ഒരാൾ മരിച്ചത്. കുട്ടമ്പുഴ സ്വദേശി വിജയനാണ് അപകടത്തിൽ മരിച്ചത്. ഇടുക്കി മറയൂരിലും കാടിറങ്ങിയ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. മംഗളംപാറ സ്വദേശി അന്തോണിമുത്തു തങ്കയ്യ എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇയാൾ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായി. സുരക്ഷാവേലി തകർത്ത് അകത്ത് കിടന്ന കാട്ടാന റേഷൻ കട ഇടിച്ചു നിരത്തി. റേഷൻ കടയ്ക്കുള്ളിൽ നിന്നും അരിയും ഭക്ഷിച്ചു. വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇടുക്കി കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നു. പ്രതിരോധ മാർഗങ്ങൾ അടിയന്തരമായി ശക്തിപ്പെടുത്തുമെന്നും പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. പടയപ്പ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയത്തക്ക നിലയിലുള്ള കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്താൻ കഴിയത്തക്ക കാര്യങ്ങൾക്ക് ഒരു തീരുമാനം. അതേസമയം വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം ഒരിക്കലും കെട്ടുപോവുകയില്ല. കാരണം ഇത് അവർക്കിവിടെ അവരുടെ ജീവൽ പ്രശ്നമാണ്, അവരുടെ ജീവിക്ക് അടിസ്ഥാന പ്രശ്നമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ പ്രതിഷേധം കെട്ടുപോവുകയില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. റിപ്പോർട്ടർ ഇടുക്കി.